ഹലോ, ഇന്ന് നമുക്കൊരു കട്ടിങ് മാറ്റ് ഉണ്ടാക്കിയാലോ? അങ്ങനെ തന്നെ പറയാൻ വിചാരിക്കുന്നു. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മളെ ഒരു വാൾമെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ സ്റ്റിക്കർ വാങ്ങില്ല. അത് അതിൻ്റെ ബാക്ക് ഉണ്ടാവില്ല ഒരു സംഭവം, അതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ A4 പേപ്പറും എടുക്കാവുന്നതാണ്. ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. സാധാ കട്ടിങ് ബോർഡിൽ നമുക്കിങ്ങനെ ലൈനെല്ലാം ഉണ്ടാവും. A4 ചെയ്യുന്നെങ്കിൽ ലൈന് ചെയ്യാം. ഇമെയിൽ നമ്മളിപ്പോൾ ലൈന് ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല. ഉണ്ടോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമെയിലിൽ കുറച്ച് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് റെഡിയാക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് എന്താ പറയുക, കട്ട് ചെയ്തെടുക്കുക. നിങ്ങളടുത്ത് ഇത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് A4 കൊണ്ട് നല്ലോണം കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗത്തല്ല നമ്മൾ ഒട്ടിക്കുക. അതുകൊണ്ട് ഈ നല്ല ഭാഗത്ത് ഒട്ടിക്കണ്ട. ഈ ഒരു ഭാഗത്ത് വർക്കുള്ള ഭാഗത്ത് നമുക്ക് ഒന്ന് ഒട്ടിച്ചേർക്കാം. ഞാൻ ഇങ്ങനെയാണ് മുറിച്ചെടുത്തത്. കുറച്ച് സൈഡ് പോർഷനുള്ളൊരു ചതികളാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സൈഡ് പോർഷൻ ഒട്ടിക്കണേ ഒന്ന് കട്ട് ചെയ്യണ്ടേ. ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ സ്ക്വയർ ടൈപ്പിലല്ല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 4 ഭാഗം കട്ട് ചെയ്തെടുക്കാം. ചുറ്റുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സൈഡ് പോർഷൻ കിട്ടങ്ങനെ ഇതാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. സാധാ ഫെബ്രിക്കോൾ തന്നെയാണ്. ഇങ്ങനെ തന്നെ ഒട്ടിച്ചാൽ ഇപ്പോൾ നമ്മളെ പേപ്പറിന്മേൽ കളർ വരും. അതുകൊണ്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസായിട്ട് എടുത്തിട്ട് ഞാൻ ഒന്ന് വൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആക്കുമ്പോൾ ഇല്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സൈഡ് പോർഷനിൽ കുറച്ചും കൂടി ആക്കി കൊടുക്കാം. സൈഡല്ല നമ്മൾ നല്ല നോക്കേണ്ടത്. അങ്ങനെ നമുക്ക് നമ്മൾ കാർഡ്ബോർഡ് പീസ് കൊണ്ട് തന്നെ ഞാൻ വരച്ചത്. പിന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ച് കാലം ഉണ്ടാവും. ഞാൻ കുറേ ഇത് എടുത്ത് വെച്ചിട്ട് ഈ സ്റ്റിക്കറിൻ്റെ അതുകൊണ്ട് കുറച്ച് കാലം ഉണ്ടാവും. എനിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ഈ സൈഡ് പോർഷൻ കൂടി ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ A4 എടുക്കുന്നെങ്കിൽ ഒരു A4ൻ്റെ വെൽവെറ്റിന് മാത്രം കാർഡ്ബോർഡ് എടുത്താൽ മതി. നമുക്ക് ഒരു ബബിൾസ് പോലെ തോന്നിക്കില്ല. സ്കെയിലും കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് പെന്നും കൊണ്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ പെന്നും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി നമുക്കൊന്ന് ജെൽ പെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജെൽ പെന്ന് റെഡിയാവും, പക്ഷെ എനിക്ക് കണ്ടോളാം റെഡിയാവും. ചെറുങ്ങനെ ജെൽ പെന്ന് റെഡി ആവത്തുള്ളൂ. കാണണം ഇങ്ങനെ റെഡി നമ്മൾ കൈ കൊണ്ടൊക്കെ അതങ്ങ് പോവും. അതാക്കിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്ക് ഇമെയിൽ ഇത് നമ്മളെ ഈ സ്റ്റിക്കറിൻ്റെ എടുക്കാനുള്ള കാരണം ഇതൊക്കെ നമ്മളൊരു ആൽക്കഹോൾ മാർക്കർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കളർ കൊടുത്തില്ലേ, ഇങ്ങനെ വൈപ്പ് ചെയ്യാൻ വേഗം പറ്റും. അതാണ് A4 എടുത്താൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യേണ്ടത്.
നിങ്ങൾ A4 എടുക്കുന്നെങ്കിൽ A4 ഒട്ടിക്കുക. നമ്മൾ സെലോ ടാപ്പില്ലേ ഇതിനെ കൊണ്ട് സെലോ ടാപ്പ് വൈറ്റ് എടുക്കുക. വൈറ്റ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സെലോ ടാപ്പ് എടുക്കുക. എന്നിട്ട് എന്താക്കുക, ഒട്ടിച്ച് A4ൻ്റെ മേലെ കൂടി ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി A4 എടുക്കുന്നെങ്കിൽ. അങ്ങനെ ഫുൾ A4ൽ ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മളെ സ്റ്റിക്കറിൻ്റെ ഇതായതുകൊണ്ട് A4 അങ്ങനെ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇന്നലൊരു മിനിക്ക് പരിപാടി ചെയ്യാൻ കുറച്ച് സ്റ്റിക്കറെല്ലാം എന്തായാലും നമുക്ക് വരെ ചെയ്യാനാവില്ല. കുറച്ച് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചെടുക്കാം. A4 മേലാക്കുമ്പോൾ നമ്മൾ ടാപ്പ് ഒട്ടിക്കുന്ന മുമ്പേ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് ടാപ്പ് ഒട്ടിച്ച് നമ്മളെ കട്ടിങ് മാറ്റ് എന്നാണ് ഞാൻ നോക്കിയതായിട്ട് കിട്ടിയത്. അങ്ങനെയാന്ന് തോന്നുന്നത്, പേര് തെറ്റിപ്പിക്കണ്ടെന്ന് പറയാം. നേരെ അത് ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരഞ്ഞെടുത്തിട്ട് വേണം നമ്മളെ ടാപ്പ് ഒട്ടിക്കുക. എന്നാൽ നമുക്ക് നമ്മളെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അതന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ സാധാ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ഗേളിനെ കൂടെ ഒട്ടിച്ചിട്ട് പണി നിർത്താം. ഒരു കവായി ഗേളിനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടിക്കും. ഇവിടെ അധികം ആർഭാടങ്ങൾ ആക്കണില്ല. ഇപ്പം നമ്മളെ ബോർഡിലാ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യാനെല്ലാം പറ്റും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.